സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണോ? ഇതാണ് യു.ഡി.എഫ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വലിയ ചോദ്യം. ഇതിൻ്റെ ഉത്തരം മനുഷ്യരിൽ, അതായത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കേന്ദ്രം നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇടതുമുന്നണി സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയായിരുന്ന കെ.എൻ. ബാലഗോപാലുമൊക്കെ പറയുമ്പോൾ യു.ഡി.എഫ് ഇങ്ങേ തലയിലിരുന്ന കരഘോഷത്തോടെ ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നുമല്ല എന്ന തരത്തിൽ സർക്കാർ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ്, അല്ലെങ്കിൽ സർക്കാർ ധാർഷ്ട്യം കാണിക്കുകയാണ് എന്നൊക്കെയുള്ള അണ്ടർലൈൻ ടാഗാണ് യു.ഡി.എഫ് അന്ന് ഇടതുമുന്നണി സർക്കാരിന് നൽകിയിരുന്നത്. എന്നിട്ട് പുതുതായി സർക്കാർ അധികാരമേറ്റപ്പോൾ, സതീശൻ മേനോന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമേ തന്നെ എ.കെ. ആന്റണി ഉൾപ്പെടെയുള്ള മുൻകാല കോൺഗ്രസ് സിംഹങ്ങളൊക്കെ സടകുഴഞ്ഞ് എഴുന്നേറ്റ് ഇരുന്ന് ഗീർവാണം മുഴക്കി തുടങ്ങി. ഖജനാവ് കാലിയാണ്, പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന്. ഈ പരമാർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാം. ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിനെ ഇവർ ധാർഷ്ട്യമുള്ള സർക്കാരാണെന്നും ജനകീയമായ കാര്യങ്ങൾ യാതൊന്നും ചെയ്യാത്തവരാണെന്നും വിമർശിക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യവും നിങ്ങൾക്ക് അറിയാം. എൻ്റെ സംശയം മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. 6300 കോടി രൂപയുടെ നീക്കിയിരിപ്പ്, ലിക്വിഡ് ക്യാഷ് ഖജനാവിൽ ഉണ്ടെന്ന് മുൻ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞത് വാസ്തവമാണോ? വാസ്തവം അല്ലെങ്കിൽ എങ്ങനെയാണ് സതീശൻ മേനോൻ അധികാരമേറ്റെടുത്ത് 2 നാൾ കൊണ്ട് 1070 കോടി രൂപ ക്ഷേമ പെൻഷനു വേണ്ടി നീക്കിവെക്കാൻ കഴിയുക, അല്ലെങ്കിൽ അനുവദിക്കാൻ കഴിയുക? ഒന്നാമത്തെ ചോദ്യം. അടുത്ത, ആശാ വർക്കർമാർക്ക് 3000 രൂപ ഓണറേറിയം കൂട്ടിക്കൊടുക്കാനുള്ള തീരുമാനം. അംഗൻവാടി ടീച്ചർ, പ്രീ പ്രൈമറി ടീച്ചർ, അതുപോലെ തന്നെ പാചക തൊഴിലാളികൾ, ഇവർക്കൊക്കെ എങ്ങനെ 1000 രൂപയുടെ വർധനവ് നടത്താൻ ഒരൊറ്റ മന്ത്രിസഭാ യോഗം, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ കഴിയും? ഇത് ഒരു വലിയ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ മേനോൻ വീട്ടിൽ നിന്ന് കാശെടുത്ത് കൊണ്ടുവന്ന് ചെയ്യാൻ കഴിയില്ലല്ലോ. സർക്കാരിൻ്റെ ഖജനാവിൽ ഫണ്ടുണ്ടായിരുന്നു, ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്താൻ സതീശൻ മേനോനെ പ്രേരിപ്പിച്ചത്, മേനോൻ്റെ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ ഈ പ്രഖ്യാപനങ്ങളൊന്നും നടക്കുകയില്ലായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു വലിയ പ്രഖ്യാപനമുണ്ട്. അതാണ് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക്. അതിന് ധാരാളം ചെലവ് വരും. ആ ചെലവ് എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല, ഉടനെ തന്നെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രതിമാസം ഏകദേശം 90 മുതൽ 100 കോടി രൂപ വരെ ചെലവ് വരും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയാണെങ്കിൽ. അപ്പോൾ അത് പഠിച്ചേ തീരുകയുള്ളൂ. കാരണം KSRTC കട്ടപ്പുറത്ത് നിന്ന് നിലത്തിറങ്ങി ചൊവ്വേ നേരെ ഓടാൻ തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. KB ഗണേഷ് കുമാറൊക്കെ അധികാരത്തിലെത്തിയ ശേഷമാണ് KSRTCക്ക് ശ്വാസം വീണത്, ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ജീവനക്കാർക്ക് പലവ്യഞ്ജന കടയിൽ നിന്ന് പോലും സാധനങ്ങൾ കടം വാങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു എന്ന കാര്യവും നമുക്ക് ഏവർക്കും അറിയാം. ഇങ്ങനെ കപടതകൾ വീണ്ടും വീണ്ടും നിരത്തി. ഇനിയിപ്പോൾ ഒരു ധവളപത്രം, അതിനെ പറയാൻ പോകുന്ന പേര് മറ്റൊരാണ്, വൈറ്റ് പേപ്പർ എന്നല്ല, പറയാൻ പോകുന്നത് സ്വപ്ന യാഥാർത്ഥ്യം, അങ്ങനെ ഒരു സ്വപ്നരേഖയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരായിരിക്കും ഇടാൻ പോകുന്നത് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അതെന്തുമാകട്ടെ, ഏതായാലും ഇറക്കാൻ പോകുന്നത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച കണക്കുകളാണ്. ആ കണക്കുകൾ ഇനിയിപ്പോൾ കിട്ടാനുള്ളത് 30,000 കോടിയോളം രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. PM ശ്രീയിൽ അംഗത്വം, അല്ലെങ്കിൽ PM ശ്രീയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പുതുതായി ചുമതലയേറ്റ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കും. അങ്ങനെ ഫണ്ടിൻ്റെ കാര്യത്തിൽ യാതൊരു ചാഞ്ചല്യവുമില്ല. PM ശ്രീയിൽ നിന്ന് ഇടതുമുന്നണി സർക്കാർ പിന്നോട്ട് നിന്നത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ മേനോൻ സർക്കാരിന് ആ ഒരു രാഷ്ട്രീയമില്ല. സത്യപ്രതിജ്ഞാ വേദിയിൽ തന്നെ വന്ദേ മാതരം തെറ്റുകൂടാതെ എല്ലാം മുഴുവൻ പാടിയത് AICCയും അതുപോലെ തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും ഒക്കെ എതിർത്തിരുന്ന കാര്യമാണ്. വന്ദേ മാതരം പൂർണ്ണതോതിൽ അംഗീകരിക്കാൻ പാടില്ല, അതിൻ്റെ ആദ്യത്തെ 8 വരികൾ മാത്രം ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചാൽ മതി എന്നത് കോൺഗ്രസിൻ്റെ അപ്രഖ്യാപിത അജണ്ടയിലുള്ളതാണ്. അതുപോലും മാറ്റിവെച്ച് മുഴുവൻ രൂപത്തിൽ വന്ദേ മാതരം പാടിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ മേനോൻ സർക്കാർ കേന്ദ്രത്തിന് കീഴ്പ്പെട്ട സർക്കാരാണ്. അതുമാത്രമല്ല, വി ഡി സതീശൻ എന്തുകൊണ്ട് തുറമുഖം വകുപ്പ് കൂടി കൈയാളുന്നു എന്നതിനുള്ള ഉത്തരം
ഈ സത്യപ്രതിജ്ഞയ്ക്കും തലയ്ക്കും തലേ ദിവസം ഇദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗളൂരുവിലെത്തി NDA ദേശീയ നേതാവിനൊപ്പം, അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതാവിനൊപ്പം അദാനി ഗ്രൂപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഈ സംഭവങ്ങളൊക്കെ ചേർത്ത് വായിച്ചു വേണം മേനോൻ സർക്കാരിന് ആദ്യമേ തന്നെ 100-ൽ 100 മാർക്ക് കൊടുക്കാൻ. പടിയിറങ്ങിപ്പോയ സർക്കാരിനെ പ്രീതിപ്പെടുത്തിയത് കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ പ്രത്യേകിച്ച് ഇനി വലിയ നേട്ടങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ മുമ്പ് മുതലേ നേട്ടങ്ങളൊന്നും ഇല്ലതാനും. എന്നാൽ പുതിയ സർക്കാർ കഴിഞ്ഞുപോയ സർക്കാരിനെ അടച്ചാക്ഷേപിക്കുന്നത് കാണുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിച്ചില്ലെങ്കിൽ അത് തെറ്റായി പോകും എന്നതുകൊണ്ട് മാത്രമാണ് മേനോൻ സർക്കാരിൻ്റെ ഇമാതിരി കപടതകളെ നിങ്ങളുടെ മുന്നിൽ മറനീക്കി കൊണ്ടുവന്നത്. ഖജനാവിൽ പൂച്ചപെറ്റ് കിടക്കുന്നില്ല. സതീശൻ്റെ ഈ കുന്തളിപ്പൊക്കെ, അതായത് സതീശ മേനോൻ്റെ ഈ കുന്തളിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കാനുള്ള ഈ കുന്തളിപ്പിനൊക്കെ ഉള്ള ഫണ്ട് ഖജനാവിൽ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം.